അല്ലി ചേച്ചിയുടെ മരിയൻ ഡെലിഷ്യസ് അവിടേക്ക് നോക്കാം. ഇത് ഏറ്റവും നല്ല കുറുമ എന്ന് പറയുന്നത് ബീഫിന്റെ കുറുമയാണ്. മനസ്സിലായില്ലേ, സ്റ്റൂവും കുറുമയും ടോട്ടലി ഡിഫറെന്റ് ആണെന്ന്. അല്ല, അങ്ങനെ ഒരു കമന്റ് അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നല്ലേന്ന് അങ്ങനെ ഒരു കളിയാക്കണ പോലെ. അപ്പൊ പിന്നെ അത് ക്ലിയർ ആക്കണല്ലോ. എല്ലാം കൂട്ടി കഴിക്കാം. 60-70 കിലോ സബോളയാണ് വഴറ്റി അരച്ചത്. അല്ലി ചേച്ചി എല്ലാത്തിനും ഉണ്ടെങ്കിലും അതിന്റെ പിന്നില് പോരാത്രം നാത്തൂനാണ്. ഇവിടെ നാത്തൂൻ പോര് നടക്കാറുണ്ടാ. ഇവിടെ നമസ്കാരം. നമ്മള് മറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അതേണ്ട നമ്മുടെ അല്ലി ചേച്ചിയുടെ കാറ്ററിംഗ് കേട്ടോ, മരിയൻ ഡെലിഷ്യസ്. അവിടേക്ക് വന്ന് നോക്കാം. അത് ക്രിസ്മസ് ആയിട്ട് അല്ലി ചേച്ചിയുടെ പാചകം നിങ്ങൾ ഇത് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞു, തിരക്ക് ഉണ്ട് അവർക്ക്. പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കാം അല്ലി ചേച്ചിയുടെ വീട്ടിലേക്ക്. സരിതയും അല്ലി ചേച്ചിയും ഇത് അവിടെ നിൽക്കണം കേട്ടോ. നോക്കിയാൽ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ റെഡി ആയിട്ട് നിൽക്കുക പാചകം ചെയ്യാനായിട്ട്. അവർ രണ്ടുപേരും സാധനങ്ങളൊക്കെ സെറ്റാക്കി നിൽക്കണേ. അവർ രണ്ടുപേരും അവതരിപ്പിക്കും. ഞാനിവിടെ പോന്നു. ഞാൻ ഈ വഴിയൊക്കെ ഒന്ന് നടന്ന് കാണാനായിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചിക്കൻ സ്റ്റൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടാ, വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂന്ന് ഇടയ്ക്ക് ഞാൻ തെറ്റി ചിക്കൻ കുറുമ എന്ന് പറയുമ്പോൾ അല്ലി ചേച്ചി അതിനെ തിരുത്തിയിട്ട് ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞ് തിരുത്തി തന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ കമൻറ്റ് വന്നിരുന്നു, ഇതൊക്കെ ഒന്ന് തന്നെ, കുറുമയും ചിക്കൻ സ്റ്റൂ ഒക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതല്ല, ചിക്കൻ കുറുമ വേറെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ചിക്കൻ കുറുമയാണ് ചെയ്യാൻ പോണ കേട്ടാ. ഇതും ഈ വെള്ളയപ്പം ഇതിനൊക്കെ പത്തിരി, വെള്ളയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പോണതാണ്. മറ്റേ സ്റ്റ്യൂ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകില്ല. ബ്രെഡും അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെ തന്നെ പോകും. ഇത് എല്ലാത്തിൻ്റെയും കൂടെ പോണ സാധനമാണ്. ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് ഇത് സെയിം സാധനമാണ്. 750 പേരുടെ 750 പേരുടെ പരിപാടിയായിരുന്നു ഇവിടെ. അപ്പൊ അതിന് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ചിക്കൻ കുറുമ. അപ്പൊ അതാണ് നമ്മൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണ കേട്ടാ. ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോൾ വിചാരിക്കും ഈ 4 ഐറ്റംസ് ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ അല്ലി ചേച്ചി വേറെ ഏതെങ്കിലും റെസിപ്പിയുടെ കാര്യം ഇങ്ങനെ പറയും. അപ്പോഴാണ് ഞാൻ അത് വേറെ ടൈപ്പ്, അപ്പൊ ഇനിയും ഉണ്ടല്ലോ, അപ്പൊ ഇനി നമ്മൾ ഇനിയും വരേണ്ടി വരും. അപ്പൊ അത് തന്നെ. കുറച്ച് ഓയിൽ ഒഴിക്കണു. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അത് ഒഴിച്ചു. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്. അപ്പോൾ അത് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യം തന്നെ ചേർക്കണം കേട്ടാ. അല്ലി ചേച്ചി വെളുത്തുള്ളിയുടെ തൊലി കളയാറില്ല. ഓയിൽ ചൂടാവണേ ഉള്ളൂ കേട്ടാ. കുഴപ്പമില്ല, പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇത് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് 1 കിലോ ഉണ്ട്. ചൂടായി കഴിയുമ്പോൾ 2 വേപ്പിലയും കൂടി ഇട്ടിട്ട്, ചൂടാവണമെന്നില്ല, അതിങ്ങനെ ഇട്ട് പതുക്കെ മെല്ലെ ആയാൽ മതി. ചൂടാവണമല്ലോ കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ചൂടായില്ലെങ്കിലും പ്രശ്നമില്ല. അതിലേക്ക് നേരെ ചിക്കൻ ചേർത്തു. നമ്മുടെ ഇവിടെ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ. അവര് ഇന്നലെ 750 പേരുടെ പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അതിന്റെ പാത്രം കഴുകലും ക്ലീനിങ് ആണ് അവര്. നല്ല പണിയിലവിടെ. നല്ല നമുക്ക് അവരതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വിളിക്കാൻ കിടും. വലിയ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിനി പ്ലേറ്റുകളാ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ പ്ലേറ്റുകൾ കഴുകൽ വേഗം കഴിയില്ലോ എന്ന് പറയാം. അതാണ് ബുദ്ധിമുട്ടെന്ന്. കാരണം പൊട്ടണ പ്ലേറ്റുകളാണല്ലോ. നമ്മൾ സ്റ്റ്യൂവിനൊക്കെ സവോളയും പട്ടക്കരയാകുമ്പോൾ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോഴി ഇങ്ങനെ മൂടി വെച്ച് വേവിക്കില്ലേ, സെയിം അത് തന്നെ ആയിരിക്കും. ഇതിലേക്ക് മഞ്ഞളും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ച് അതിൽ പട്ടയും ഇതൊക്കെ ഇട്ടു. ഇതിലതൊന്നും വേണ്ട നമ്മൾ. പക്ഷെ മറ്റേ സവോള വഴട്ടണയിലാണ് അതൊക്കെ ഇടുക. ഇനി മൂടി വെക്കുക. മൂടി വയ്ക്കണം അല്ലേ? അതേ മൂടി വയ്ക്കാണ് കേട്ടാ. ചേർത്ത് പണിയുള്ള ഒരു ഇതാണ്. എന്നാലും ഇത് കുറച്ച് പണി കൂടുതലാ. പണി കൂടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിങ്ങനെ വെച്ചു. ഇനി ഇത് വഴറ്റണം, അരയ്ക്കണം. വീടുകളിൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഇതൊന്നും വലിയ പണിയൊന്നുമല്ല. നമുക്ക് കുറച്ച് അളവിലല്ലേ ചെയ്യേണ്ടുള്ളൂ. ഇതിപ്പോ ഞങ്ങളിപ്പോ ഇന്നലെ 60-70 കിലോ സബോളയാണ് വഴറ്റി അരച്ചത്. 15 നാളികേരം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പണിയാ. ഇത് കത്തിച്ചു. അതവിടെ വേവിക്കുന്ന സമയം കൊണ്ട് ഇവിടെ നമുക്ക് വഴറ്റാനുള്ളതൊക്കെ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ അല്ല എണ്ണയല്ല, ഓയിൽ തന്നെ കേട്ടാ. ഇത് വീണ്ടും ഓയിൽ തന്നെ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് ഇവിടെ ആയാലും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണയുടെ അളവൊക്കെ നമ്മൾ ഒരുമേനിക്കും. ഇതിലിടാൻ പോണ സാധനങ്ങൾ എന്തിട്ടൊക്കെയാന്ന് കണ്ട: പട്ട, കരയാമ്പൂ, ഏലക്കായ,
പെരിഞ്ജീരകം, നല്ല ജീരകം, ഒരു നുള്ള്, കുറച്ച് നല്ല ജീരകം ഉണ്ട്, ബാക്കി പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇടാണ് കേട്ടാ. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടു. ഇത് പൊട്ടി തുടങ്ങിയപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം, ഇപ്പൊ ഇതൊരു 1 കിലോയിലേക്ക് വളരെ കുറച്ച് നാളികേരം വേണ്ടോ? ഒരു 4 സ്പൂൺ അത്രയൊക്കെ ഉള്ളൂ നാളികേരം ചെറുകിയതിട്ടു. ഇത് കുറച്ച് കശുവണ്ടിയുടെ അരി, എന്താ അതിന്റെ സാധനത്തിന് പറയാം? ഇവിടെ കണ്ണെന്ന് പറയാം. അതെ, കണ്ണ്. ഇതിങ്ങനെ അരയ്ക്കാനും ഒക്കെയാണ് കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ ആ കശുവണ്ടി പരിപ്പിന്റെ കണ്ണ്, ആ സാധനം കുറച്ചിട്ടു. പിന്നെ ഇനി ഇതേ ആയിട്ടാ ഇതിങ്ങനെ മൊരിഞ്ഞ് വരണോട് കൂടിയിട്ട് സബോള പെട്ടെന്ന് തന്നെ മുരിഞ്ഞു അല്ലേ? നാളികേര ചേച്ചി മിക്സിയിൽ അടിച്ചിട്ടുണ്ടാ? ഇല്ല, അത് മറ്റേ മെഷീനിൽ ചെരുകിയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് ചെരുകിയതാ. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് നമ്മള് മറ്റേ എല്ലാം ഒരേപോലെ ആവില്ല. ശരിയെല്ലാം ഒരേപോലെ ആവും. ചിലതാവും, ചിലതാവില്ല, ചിലത് കരിയും. അതില് എത്ര സബോളയട്ടെ? 3 സവാള അരിഞ്ഞത് ഇട്ടു കേട്ടാ. ഇത് മെഷീനിൽ അരിയണോണ്ടാണ് ഇങ്ങനെ കുറെ ഉള്ള പോലെ തോന്നണം. 3 സബോളയാണ്. നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞ എത്ര ഉണ്ടാവില്ല. അതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നു. ഇതിലിങ്ങനെ ചെയ്യുമ്പോ നിന്നിട്ട് തന്നെ ചെയ്യും. അതെ, കസാരട്ടോടെ ഇരിക്കൂ അല്ലേ? കസാരട്ട് ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. ഇതൊരെണ്ണം മാത്രല്ലല്ലോ വെക്കാനുള്ളത്, വേറെ സാധനങ്ങളില്ലേ? അപ്പൊ ഇതിങ്ങനെ ഇളക്കും, അതിന്റെ ഒപ്പം അതിന്റെ അപ്പുറത്തേക്കും അല്ലേ? അങ്ങനെ പണികൾ ഓടി നടന്നിട്ട പണി. ഓട്ടം മുഴുവൻ എനിക്കുള്ളതാണ്. ബാക്കിയുള്ളവർ കുറെ ഇപ്പൊ ഇളക്കേണ്ട ആളാണെങ്കിൽ ഒരാൾ ഇളക്കാനിരുന്നോളൂ. ഓട്ടം എനിക്ക് എല്ലായിടത്തേക്ക് എത്താനുള്ള ഓട്ടം ഞാനാണ്. എല്ലാവർക്കും ഇളക്കാനുള്ള വശമില്ല. അപ്പൊ അത് ചിലര് മാത്രമാണ്. അതിന്റെ ഒപ്പം നമ്മള് ചിക്കൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇട്ടാ. ആ വെള്ളം വേണം, എന്നാലും ആ കറിക്ക് രസമുള്ളൂ. അപ്പൊ സബോള ഒന്ന് വാടി വന്നു. അപ്പൊ അതിലേക്ക് കാശ്മീരി മുളക് പൊടി കണ്ട. ടോട്ടലി ഡിഫറെന്റ് ആണ് ഇതിന്റെ വെക്കണ രീതി. സാധാരണ മുളക് പൊടി കുറച്ചിട്ടു. ഇതിലേക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ കൂടുതൽ ഇടണം. കുറുമയായതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2-2.5 സ്പൂൺ ഇട്ടുണ്ട്. ഇത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല പറഞ്ഞ സ്ഥലത്ത് ഇതൊക്കെ എൻ്റെ സഹായികളാണ്. ഇവരൊക്കെ പണികൾ കഴിഞ്ഞിട്ടില്ല, അപ്പോ അതിന്റെ പണിയിലാണ് അവര്. അല്ലി ചേച്ചി എല്ലാത്തിനും ഉണ്ടെങ്കിലും അതിന്റെ പിന്നില് പോരാത്രം. അതെ, അപ്പൊ ഇവരെല്ലാവരും മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. അതിൽ അവര് രണ്ടുപേരും മാത്രമാണ് ഇല്ലാത്ത. അവര് വേറെ ഇത് കഴിഞ്ഞ വേറെ പണിയുണ്ട് അവർക്ക്. അപ്പൊ അവര് പോവും. ഇതില് വരാത്തതാരാ? ചേച്ചി വന്നിട്ടില്ലല്ലോ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ടാ? ഉണ്ട്. മല്ലിക അജുവിന് പാട്ട് പാടിയപ്പോ പാട്ട് പാടിയതേ. ഇത് ഈ ചേച്ചി ബിജി. ഈ ചേച്ചിനെ നല്ല പരിചയായി. സുധാന്ന്, സുമ, മല്ലിക, സുധ, സരസ്വതി. സരസ്വതി ചേച്ചി, സുധ ചേച്ചി, ബിജി ചേച്ചിനെ കാണാം. നാത്തൂനാണ് സുധ. അതെ, നാത്തൂന്ന് പറഞ്ഞ ബാംഗ്ലൂരെ ഭാര്യ. അതെ, നാത്തൂനാണ്. ഇവിടെ നാത്തൂൻ പോര് നടക്കാറുണ്ടാ പണിയുടെ ഇടയില്? ഞങ്ങളെന്താ പറയുന്നത്? അപ്പൊ സുധ നാത്തൂനൊക്കെ വീട്ടില്, ഇവിടെ നാത്തൂനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവര് നല്ല പണിയിലായിരുന്നു. പ്ലേറ്റ് കഴുകൽ എന്തായി? കഴിഞ്ഞിട്ടില്ല. എളുപ്പം കൊണ്ടൊന്നും കഴിയില്ല. അതെ, പ്ലേറ്റുകൾ കഴുകി, അതും ചിലപ്പോ ഉണങ്ങിയിട്ടോ ഇരിക്കണ്ടാവും. അപ്പൊ അത് കുതിർത്തി കഴുകി ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്ത് പിന്നെ തുടച്ച് വെക്കണം. അതാണ് പണി, ഏറ്റവും വലിയ പണി. ഭക്ഷണം പാചകങ്ങളൊക്കെ അത് കഴിയത് ക്ലീനിങ് ആണ്. ഇവരന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലി ചേച്ചിയുടെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കൊതിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത വട്ടം ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലി ചേച്ചി അത് മറന്നു. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വരുമ്പോ ഒരു ബിരിയാണി ഉണ്ടാവുന്നു. പക്ഷെ ഇനി അടുത്ത വട്ടം അല്ലേ? അടുത്ത വട്ടം ബിരിയാണി ഉറപ്പായിട്ടും. തക്കാളി പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തരിതരിപ്പിൽ അരച്ചെടുത്തത്. നല്ല പേസ്റ്റിലാക്കി അല്ല കേട്ടാ. അപ്പൊ ശരി.
നല്ല പേസ്റ്റ് ആക്കി അടിക്കാത്ത എന്താന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി വാഴലാൻ കൂടുതൽ നേരം എടുക്കുന്നതാണ് എനിക്ക് തോന്നാറ്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി കിട്ടുന്നതാണ് എനിക്ക് തോന്നാറ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് അടിച്ചെടുക്കാറ്. ഇവരെ കൊണ്ട് അടുപ്പിച്ച് ഇങ്ങനെയാണ് എടുക്കാറ്. പുറത്ത് ചിക്കൻ നമ്മുടെ ഏതാണ്ട് വേവായിട്ടാ. അപ്പൊ തീ ഓഫ് ചെയ്തു. ഇതിപ്പോ ആയിട്ടാ കണ്ട ഈ ഒരു പരുവത്തിലാവണം. നന്നായിട്ട് വഴന്ന് വന്നില്ലെങ്കിൽ ഇതിനെ അരയ്ക്കണം. അരച്ച് വരുമ്പോൾ ഇതിനൊരു പച്ചച്ചോ വരുന്നു. അപ്പൊ നമ്മുടെ ഈ കുറുമക്കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ശരിക്കും വഴന്ന് വരണം. അപ്പൊ ഇതിപ്പോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീ ഓഫ് ചെയ്തു. ഇത് ചൂടാറട്ടെ. ചൂടാറിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്ടത്. ചൂടാറിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാൻ. നമ്മൾ ചേർക്കണ ചിലപ്പോൾ ആ മുളക് പൊടിയുടെ അളവിന്റെ ഒരു വ്യത്യാസത്തിലാണ് അതിന്റെ കളർ മാറ്റണം. പിന്നെ മട്ടൺ വെന്ത് വരുമ്പോൾ ഒരു കറുപ്പ് കളർ ഉണ്ടാവില്ലേ? മട്ടൻ കുറുമ ഉണ്ടാക്കണത് ഇങ്ങനെ തന്നെയാണ്. സെയിം പ്രൊസീജിയർ. എല്ലാതും ഇങ്ങനെ തന്നെ പ്രിപ്പറേഷനൊക്കെ. ബീഫാണെങ്കിലും ഇങ്ങനെയാണ്. ഇത് ഏറ്റവും നല്ല കുറുമ എന്ന് പറയുന്നത് ബീഫിന്റെ കുറുമയാണ്. ആണോ? അതിന്റെ നെയ്യും ഇതൊക്കെ വരുമ്പോ ഏറ്റവും നല്ല കുറുമയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ നമ്മള് പരിപാടികളില് മട്ടൻ കുറുമയൊക്കെ സാധാരണ കണ്ടിട്ടുള്ളത് ബീഫുണ്ട്. അപ്പൊ ബിജിയുടെ മോന്റെ ഒക്കെ പരിപാടിക്ക് ബീഫ് കുറുമയായിരുന്നു. പിന്നെ ചൂടാറിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. നമ്മൾ നേരത്തെ മസാലകളെല്ലാം വഴറ്റിയില്ലേ? അത് ചൂടാറിപ്പോ അരച്ചു കൊണ്ടുവന്നതാണ് കേട്ടത്. തീ കത്തിച്ചിട്ട് നമ്മൾ ആ മസാലയാക്കി ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ടിടണേ. ഇനി വേറെ എണ്ണയൊന്നും ചേർക്കില്ല അല്ലേ? ഇല്ല, ഇനി കാച്ചി ഒഴിക്കേണ്ട ആ ഒരു ഇതാ അരച്ച മിക്സിയുടെ ബൗള് കഴുകിയ വെള്ളമാണ്. അതും കൂടി അതിലേക്ക് ഒഴിക്കുകയാണ്. കട്ടിയുടെ അനുസരിച്ച് വെള്ളം ചേർക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കാന്ന് മാത്രം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എല്ലാത്തിലും. നമ്മളിപ്പോൾ എന്തെങ്കിലും വെള്ളം വെച്ചോണ്ടിരിക്കുമ്പോൾ തിളച്ച വെള്ളം അവിടെ ഒരു കലത്തിൽ തിളച്ച വെള്ളം വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് എടുത്ത് ഒഴിക്കും. അപ്പം ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലൊഴിച്ചു കേട്ടാ. അപ്പം മനസ്സിലായില്ലേ സ്റ്റ്യൂവും കുറുമയും ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന്? അല്ല, അങ്ങനെ ഒരു കമൻ്റ് അതിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഒന്നല്ലേന്ന് അങ്ങനെ ഒരു കളിയാക്കണ പോലെ. അപ്പം പിന്നെ അത് ക്ലിയർ ആക്കണമല്ലോ. അതെ. എനിക്കിതേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു കേട്ടാ. ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ് ടേസ്റ്റ് നോക്കിയപ്പോൾ. കോഴി തുറന്നിട്ട് കോഴിയൊക്കെ വേണ്ടോ അത് നല്ല അതിലേക്ക് ഇടാം. ഇതിൽ ഇതിൻ്റെ വെള്ളവും അടക്കം ഒഴിക്കല്ലേ? ആ വെള്ളവും ഇതും വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കി വേവിച്ച് അതിടാം. ആൾക്കാരെണ്ണം കൂടുതലുള്ള വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഇടാം. ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഇഷ്ടം. ഇവിടെയൊക്കെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. പുറത്തേക്കില്ല, ആവശ്യപ്പെട്ട അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു കുറച്ച് അല്ല അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടോ എന്ന് പറയുമ്പോൾ ഇടാറുണ്ട്. ഇങ്ങനെ തന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി. അത് ഇനിയും വെള്ളം അല്ല, ഇച്ചിരി കൂടി വെള്ളം ആയിട്ടാണ് കൊറേ സമയം ഇങ്ങനെ ഇടോ? ഇല്ല, ഇത് ഇനിയിപ്പോ അധികം സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഉരുളി ഒന്ന് കഴുകിയ വെള്ളം കട്ടിയൊക്കെ നമ്മുടെ ഇഷ്ടം. എന്നാലും ഞാനൊരുവിധം കുറച്ചിങ്ങനെ ഇത്തിരി കട്ടി കൂടുതലാണിത്. നമ്മളിതൊരു എന്താ പറയാ പാലപ്പം അങ്ങനെയുള്ളതിനൊക്കെ അല്ലേ? വെള്ളയപ്പം, പത്തിരി കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വെള്ളം വേണം. ഗ്രേവി എന്താന്ന് വെച്ചാൽ ഇത് പിള്ളേരൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴേ സെർവ് ചെയ്യുമ്പോൾ ആദ്യം കഷ്ണമൊക്കെ ഇങ്ങനെ എന്താ പറയാ പോയി അവസാനം ഇങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസാക്കി വെച്ചാലാണ് അവർ എടുക്കണ സമയമാകുമ്പോഴേക്കും അത് കറക്റ്റ് ഒരു ഇതാക്കി വരുള്ളൂ. ഈ ഒരു കട്ടിയൊക്കെ അല്ലാണ്ട് ഇത്ര കട്ടി വേണം. കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാ. അത് അല്ല ഇത് നോക്കിയേ. ഇനിയിപ്പോ ഇതൊന്ന് തിളച്ചു വരുമ്പോ എന്തായാലും ഈ പാത്രത്തിൽ വീണ്ടും ഇതൊന്ന് നന്നായി തിളച്ചു വന്നപ്പോ തീ ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. അതും കൂടി കഴിഞ്ഞു. പാത്രം വെച്ചു. ഇത് കാച്ചി ഒഴിക്കാൻ പോകണം കേട്ടോ. എനിക്ക് ഓയിൽ ഒഴിക്കാണ്. ഓയിലോ വെളിച്ചെണ്ണ? ഞാൻ സാധാരണ വെളിച്ചെണ്ണ. ഇതുവരെ നമ്മളെല്ലാം ചെയ്തത് ഓയിലായതുകൊണ്ട് ഈ കാച്ചണത് ഓയിൽ തന്നെ. അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് അത് ഓഫാക്കി അത് മൊരിഞ്ഞിട്ടുണ്ട്. ഈ നന്നായി കത്തണ സ്റ്റൗവായ പെട്ടെന്നായി.
തെരി മുളക് പൊടി ഇടാം നമുക്ക്. ഇത് ഞാൻ സാധാ മുളക് ഓഫാക്കി. തെരി സാധാ മുളക് പൊടി കുറച്ചിടുന്നു. അതിപ്പോൾ കളർ ഉണ്ടല്ലോ, പിന്നെ ഒരു എരിവിൻ്റെ ഒരു ചെറിയ കുറവിന് മാത്രം ഇതിടാം. തെരി മസാലപ്പൊടി ഒരു ഭംഗിയും കിട്ടാൻ അല്ലേ? അത്രേ ഉള്ളൂ. തെരി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി കുറച്ചിട്ടു. കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ടു കേട്ടാ. വറ്റൽ മുളക് ഇട്ടു. ഒന്ന് മൂക്കണം വേണം. തീ കത്തിക്കേണ്ടി വരുമോ? മതി ഇടാതെ. കാച്ചി ഒഴിച്ചു. സാധാരണ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ കേറ്ററിങ്ങിൻ്റെ ഇതിലേക്ക് ചെയ്യുമ്പോൾ അത് പാത്രത്തിലേക്ക് അങ്ങോട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് കാച്ചി ഒഴിക്കുക. ജഗ്ഗു ഇത് റുമാലി ഞങ്ങൾ സെർവ് ചെയ്യണത് ഇതിൻ്റെ കൂടെയൊക്കെയാണ് മിക്കവാറും. റുമാലിയും പത്തിരിയുടെ ഒക്കെ കൂടെയാണ്. അജു ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്തോ? മനോഹരമായ ചിക്കൻ കുറുമ. ചൂടുണ്ട്. റുമാൽ റൊട്ടി കഴിച്ചോ? ഏതാണ് എളുപ്പം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും അതിൻ്റെതായ പണിയുണ്ട്. എന്നാ രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇതില് നാളിരപ്പാല് ഇതൊക്കെ അരച്ച് ചേർക്കുക ചെയ്യുക. നോക്കി നോക്കി ഇങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ കുറുമി ഞാൻ കഴിക്കാറൊന്നും ചെയ്യാനാ. ഈ മറ്റേ നമ്മള് സദ്യകൾക്കൊക്കെ പോകുമ്പോ ചിക്കൻ കുറുമി ഉണ്ടാവാറില്ലേ? ഞാൻ തിരിഞ്ഞു നോക്കാറില്ലേ? പക്ഷേ ചിക്കൻ കുറുമയല്ല സാധാരണ അങ്ങനെ ഉണ്ടാവുന്ന തന്നെ മട്ടൻ കുറുമ ഉണ്ടാവുക. മട്ടൻ കുറുമ ചിക്കൻ കുറുമ തിരിഞ്ഞു നോക്കില്ല. പിന്നെ മട്ടൻ കുറുമ കുറച്ചുകൂടെ ബ്രൗൺ കളറായിട്ട് മട്ടന്റെ ഒരു കറുപ്പും കൂടി വരുമ്പോ അതിനകത്ത് കുറച്ചും കൂടി ഒരു ഇങ്ങനെ ഈ കളർ തന്നെ വരുള്ളൂ. ഇങ്ങനെയുണ്ട്. ജഗ്ഗുവിന്റെ നാണം വരണ്ടോ? കഴിക്കണ രീതി കാണുമ്പോ അറിയാം. എല്ലാം കൂട്ടി കഴിക്കാം. അതെ. മറ്റേത് നമ്മള് സ്റ്റ്യൂ ചെയ്തത് ബ്രെഡിന്റെയും പാലപ്പത്തിന്റെ ഞങ്ങള് അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ബാക്കി അറിയില്ല. ഇതിപ്പോ പൊറോട്ടയാ എല്ലാത്തിന്റെയും കൂടെ, ചപ്പാത്തി എല്ലാത്തിനും കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ വട്ടയപ്പത്തിന്റെ കൂടെ പള്ളിയില് ഇവിടെ ആണോ നോയമ്പ് വിടാനായിട്ട് പള്ളിയിലേക്ക് ഉണ്ടാക്കി കൊടുത്തു. ക്രിസ്മസിന്റെ തലേദിവസം. ഈസ്റ്ററിനല്ല, ന്യൂ ഇയറിന്. ന്യൂ ഇയർ അല്ലേ ഇപ്പൊ വരുന്നേ? ഈസ്റ്ററിന് ഉണ്ടാക്കാം. ഈസ്റ്ററിനാണ് ഞങ്ങൾ ആദ്യം പള്ളിയിലേക്ക് ഇത് ചെയ്തു കൊടുത്തത്. സരിത തന്നില്ലല്ലോ. ഞാൻ നോക്കാം, ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കട്ടെ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കുന്ന രീതി കാണുമ്പോ തന്നെ അറിയാൻ രസം ഉണ്ടാവും. കഴിക്കല്ലേ ജഗ്ഗു? ഇത് തന്നെ കഴിക്കണം. എടുത്ത് വെച്ചോ, കഴിച്ചോ.